എലിപ്പെട്ടികൾക്ക് പിന്നാലെ കുറുനരികളും ഇറങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പേവിഷബാധ മരണങ്ങൾ തുടർച്ചയാകുന്നതിനിടെയാണ് കോഴിക്കോട് വടകരയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് കുറുനരികളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. 5 പേർക്ക് വടകര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കുറുനരിയുടെ കടിയേറ്റിട്ടുണ്ട്. ഒരാൾക്ക് പട്ടിയുടെ കടിയും ഏറ്റിട്ടുണ്ട്. വേഴം വെള്ളി ദിവസങ്ങളിലായി വടകര ലോകനാർക്കാവ് സിദ്ധാശ്രമം മേഖലയിലാണ് കുറുനരിയുടെ ആക്രമണം ഉണ്ടായത്. കടിയേറ്റ 2 പേരെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടെയാണ് മേമമൂട് പ്രദേശത്ത് സ്ത്രീക്കു നായയുടെ കടിയേറ്റത്. ചന്ദ്രിക എന്ന സ്ത്രീക്കാണ് വ്യാഴാഴ്ച നായയുടെ ആക്രമണം ഉണ്ടായത്. അതേസമയം കേരളത്തിൽ തുടർച്ചയായി പേവിഷബാധ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സാഹചര്യം സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിശദമായി പരിശോധിക്കുകയാണ്. സംസ്ഥാനത്തെ ഓരോ കേസും പ്രത്യേകം പരിശോധിച്ച് വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ തേടുകയാണ് ആരോഗ്യ വകുപ്പ്. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനും നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് 7 വയസ്സുകാരിയെ പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ നടപടി. വെള്ളിയാഴ്ച ആലപ്പുഴയിൽ +2 വിദ്യാർത്ഥി മരിച്ച സംഭവം പേവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഉമിനീരും രക്തവും പരിശോധിച്ചതോടെയാണ് മരണകാരണം പേവിഷബാധയാണ് സ്ഥിരീകരിച്ചത്. തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് സൂരജ്. ബന്ധുവീട്ടിലെ നായയിൽ നിന്നാണ് പേവിഷബാധ ഏറ്റതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 20-ന് നായ സൂരജിന്റെ കഴുത്തിൽ പോറലേൽക്കും വിധം ഇടപഴകിയെന്നാണ് റിപ്പോർട്ട്. സൂരജ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല. എന്നാൽ സൂരജിന് വളർത്തുനായിൽ നിന്നല്ല പേവിഷബാധ ഏറ്റതെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം. പിതാവ് ശരത് കുമാർ ഉൾപ്പെടെ ഇക്കാര്യം ആവർത്തിക്കുന്നു. മൃഗസ്നേഹിയായിരുന്നു സൂരജ്. അതുകൊണ്ട് തന്നെ മറ്റു നായകൾ, പൂച്ചകൾ എന്നിവയുമായുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. ഈ വർഷം സംസ്ഥാനത്ത് 4 കുട്ടികൾ ഉൾപ്പെടെ 14 പേർ റാബിസ് ബാധിച്ച് മരിച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ.